നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ കരഞ്ഞു നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അരഞ്ഞു നടന്നിട്ടുണ്ട്. അവരെ തിരക്കി, പക്ഷെ നടന്നില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം, നടന്നതൊക്കെ ഒന്ന് പറയണം, മാപ്പിരക്കണം. ജീവനിപ്പോ നല്ലൊരു മനുഷ്യനാ സാറ. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം, എന്തും പൊറുക്കാനും അറിയാം. എനിക്ക് വിശ്വാസമില്ല. സത്യമാണ്. അല്ലെങ്കിൽ ഇത്രയൊക്കെ അനുഭവിച്ചു കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയോ? ഇപ്പം വല്ലാത്ത കെയറിംഗ് ആണ്. ജീവനെ നേരിട്ട് കണ്ടാല്, അവന്റെ കണ്ണി നോക്കിയാല് എനിക്കറിയാം അവൻ മാറിയിട്ടുണ്ടോ ഇല്ലയോന്ന്. അതുവരെ നിത്യയുടെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വേണ്ട, സാറ് നേരിട്ടറിയുമ്പോ തീരുമാനിച്ചാൽ മതി. എന്റെ വിശ്വാസം എനിക്ക് തീരുമാനിക്കാലോ. അല്പം മുഷിച്ചിലും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്ത് രസമായിരുന്നു നിങ്ങളുടെ കുടുംബം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാരണം ഉണ്ടാക്കി വരുന്നത് തന്നെ നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടിയായിരുന്നു. ആ വീടിപ്പോ കാട് പിടിച്ചും പൊടി പിടിച്ചും ഒക്കെ കിടക്കുന്ന കാണുമ്പോ സങ്കടം വരും. രഘുവെങ്കിൽ കുറെയൊക്കെ തുറന്ന് വൃത്തിയാക്കിയതാ, പിന്നെയും അതങ്ങനെ തന്നെയായി. നിങ്ങളിനി അങ്ങോട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ? അറിയില്ല, അതൊക്കെ അമ്മയെ തീരുമാനിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടല്ലോ നിനക്ക്. അത് സാരമില്ല. സാരമുണ്ട്. ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് റെസ്റ്റ് ചെയ്യണം. മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് കഴിക്കാൻ വേണം. ഇപ്പൊ ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങിക്കോ. സാറേ ഇപ്പോ പോവില്ലല്ലോ അല്ലേ? ഇല്ല, മരുന്നിന്റെ സെഡേഷൻ ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിക്കോ. ഞാൻ കരുതി നീ ഫോണിലായിരിക്കുന്നു. എന്താ അങ്ങോട്ട് വരത്തെ? ചേച്ചി, സുജാത എന്റെയോട് ജ്യോതി എവിടെയാണെന്ന് ചോദിക്കൂ. എന്താടാ? എനിക്ക് ജ്യോതി ഒന്ന് കാണണം. വേണ്ടടാ. പറഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോ ജ്യോതി ഇപ്പോഴും ആ ഒരു മെന്റൽ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. നീ ചെന്നവളെ കാണാതിരിക്കുന്നതാ നല്ലത്. പറ്റില്ല, എനിക്ക് അവളെ ഒന്ന് കാണണം. എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കാനോ? എന്തിന്? ഞാൻ അവളോട് ചെയ്ത തെറ്റിന്, ജ്യോതിക്കന്ന് സംഭവിച്ചതിന് കാരണം എന്റെ കൂട്ടുകാരനാണെന്നല്ലേ നിങ്ങളടക്കം കരുതിയിരിക്കുന്നത്. പക്ഷേ ആ തെറ്റിയത് ഞാനാ. മനു, നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ചേച്ചി, അന്ന് ഞങ്ങൾ തമ്മിൽ
ആയിട്ടല്ലല്ലോ, ഫ്രണ്ട്സ് ആയിട്ടല്ലേടാ നമ്മൾ കഴിഞ്ഞിരുന്നേ. എന്നിട്ട് പോലും നിനക്കൊന്ന് പറയാൻ തോന്നിയില്ലല്ലോ. ചേച്ചി, നീ തെറ്റ് ചെയ്തതുകൊണ്ടും അത് മൂടി വെച്ചതുകൊണ്ടും എന്തൊക്കെ അനിഷ്ടങ്ങളുണ്ടായേ. നിന്റെ കൂട്ടുകാരന്റെ ജീവൻ, സുജാത ആന്റിയുടെ കുടുംബത്തിന്റെ നാശം, അതൊക്കെ നിന്നെ കൊണ്ടായിരുന്നില്ലേ? പറയാൻ പലവട്ടം ശ്രമിച്ചതാ. നിങ്ങൾ കരഞ്ഞു നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അറിഞ്ഞു നടന്നിട്ടുണ്ട്. അവരെ തിരക്കി, പക്ഷെ നടന്നില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം, നടന്നതൊക്കെ ഒന്ന് പറയണം, മാപ്പിരക്കണം. എടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.